നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന CBSE ICSE ക്ലാസ് 5ൻ്റെ 2025 സുഗമ ഹിന്ദി എക്സാം ഗൈഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്ത മാസമാണ് ഇതിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും ഈ ഒരു ഗൈഡ് നന്നായി പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഗൈഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ്റെ മോഡലൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ കൂടെ ഒന്ന് കാണുക. അപ്പോൾ എല്ലാത്തിലും റോ മെട്ര് 1, 2, 3 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ 10ഉം 15ഉം ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. എക്സാമിനൊരു 4 വീതം ചോദിക്കാറുള്ളൂ. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെയൊക്കെ തന്നെ നോക്കുക. ഈ വീഡിയോ ഫുള്ള് കണ്ട് നേരെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. അപ്പോൾ നല്ല വ്യക്തമായിട്ട് തന്നെ പഠിച്ചെഴുതുക. ഉത്തർ ആദ്യം കൊടുത്തിരുന്ന ശുദ്ധവർത്തിനിയാണ് ഉത്തർ. ഉ ഇത്ത ഇർ ഉത്തർ. അടുത്ത് ഭാഷ. ഭാഷ എഴുതുമ്പോൾ ഫ ഫുള്ള് വരയ്ക്കരുത്, ഫ ഹാഫേ വരയ്ക്കോ. അടുത്ത് ഋതു, പര്യാവരൺ, വിശേഷ്, പരീക്ഷ, പൗധ, പോഷക്, പൃഥ്വി, ഹൃദയ, അപൂർവ്. ഓക്കെ, അപ്പോൾ എല്ലാം എഴുതിയിട്ട് ഒന്ന് കാണാൻ എഴുതി വെക്കുക. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്, അതിൽ 2 തെറ്റും 1 കറക്റ്റുമാണ്. അപ്പോൾ പഠിച്ചതിന് ശേഷം ഇങ്ങനെ ആൻസർ മറച്ചു വെച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. എന്നിട്ട് കറക്റ്റ് ചെയ്യുക. ഓരോ 10 വീതം എഴുതിയിട്ട് അപ്പോൾ തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒരു 3 ദിവസം നന്നായിട്ടിത് ട്രൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത് വരുന്ന അംഗ്രേസി ശബ്ദമാണ്. ഇവിടെ കുറച്ച് അംഗ്രേസി ശബ്ദം കൊടുത്തിട്ടുണ്ട്. യോഗ്യ, ടാലൻറ്റ്, ദഫ്തർ, ഓഫീസ്. അത് ഈ സൈഡ് വായിക്കാം. അപ്പോൾ യോഗ്യത, ടാലൻറ്റ്, അൻമോൾ, പ്രീഷ്യസ്, അനുമതി, പെർമിഷൻ, ഐനക്ക്, സ്പെക്ടക്കിൾസ്, ആലസി, ലേസി, നിവാരണ, സൊല്യൂഷൻ, ചാവൽ, റൈസ്. അടുത്ത ദഫ്തർ, ഓഫീസ്, പരിവാർ, ഫാമിലി, തലാഷ്, സെർച്ച്, മാലിക്, ഓണർ, ഗൃഹകാര്യ, ഹോംവർക്ക്, സ്വാഗത്, വെൽക്കം. ഓക്കെ, അടുത്ത് വരുന്നത് പര്യായവാചി ശബ്ദമാണ്. പര്യായ പദം എഴുതാനാണ്. പൃഥ്വി, പൃഥ്വിയുടെ പര്യായം എന്നുള്ളത് ഭൂമി, ധര, ധർത്തി. അപ്പോൾ എല്ലാ ദായ്ക്കും പായ്ക്കും മുഴുവൻ വരച്ചിട്ടില്ല, ഹാഫേ വരച്ചിട്ടുള്ളൂ, അത് ശ്രദ്ധിച്ചെഴുതുക. അടുത്ത് ജംഗൽ, വൻ, കാനന്, ആരണ്യം. ഛണ്ട, ധ്വജ്, പതാക, കേതു. ത്യോഹാർ, പർവ്, ഉത്സവ്, ജൽസ. ആങ്ക്, നയൻ, ലോചൻ, അക്ഷി. ദീപക്, ദിയ, ദീപ്, ദിവ. അടുത്ത് വരുന്ന പേജ് നമ്പർ 3 താലാബ്, സർ, സരോവർ, താല്. ചാന്ദ്, ശശി, മയക്ക്, ചന്ദ്രമ. ജൽ, പാനി, നീർ, സലിൽ. ബാദൽ, മേഘ്, ഖൻ, ജൽദർ. ബഗീച്ച, ബാഗ്, ഉപവൻ, വാട്ടിക. വർഷ, ബർഖ, ബാരിഷ്, ബർസാത്ത്. പത്തർ, പ്രസ്തർ, പാഷണ്, പാഷാണ്, ശില. ആഗ്, അനൽ, അഗ്നി, പാവക്ക്. കക്ഷ, ശ്രേണി, ദർജ, സ്തർ. ഓക്കെ, അടുത്ത് വരുന്നത് റോ മെട്ര് 4 വായിക്കുന്നത്. വാക്യോം കെ ലിയേ ഏക് ശബ്ദ് ലിഖിയേ. ഒറ്റ പദത്തിൽ എഴുതാനാണ്. ഛൂട്ട് ബോൽനെ വാല ഛൂട്ടാ. ജിസ്മേ ബൽന ഹോ നിർബൽ. ജോ സുൻ നഹീ സക്താ ബദിർ. ജൽമേം ജന്മ ലേനെ വാല ജലജ്. ജോ കഭി നാ മരെ അമർ. ജിസ്കോ ഡർ നഹീ ഹോ നിഡർ. कविता लिखने वाली कवयित्री. जो बहुत बोलता है वाचाल. जिसकी 4 भुजाएं है चतुर्भुज. जिसमें दया हो दयालु. ഇതിൻ്റെയൊക്കെ മീനിങ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആദ്യം കൊടുത്തത് എന്തായിരുന്നു? ഉത്തരലിക്ക് ഭാഷ, ഭാഷ തന്നെ. ഋതു, ഋതു തന്നെ. പര്യാവരണ, പര്യാവരണം തന്നെയാണ്. പരിസ്ഥിതി, എൻവയോൺമെൻറ്റ് എന്ന് പറയാം. വിശേഷ്, വിശേഷന്. പരീക്ഷ, എക്സാം. പൗധ, പ്ലാന്റ്. പോഷക്, പോഷകം എന്ന് പറഞ്ഞത്. പൃഥ്വി, ഭൂമി. ഹൃദയ, ഹൃദയ. അപൂർവ, അപൂർവേന. അടുത്ത് ഇംഗ്ലീഷിൻ്റെയൊക്കെ അർത്ഥം നമുക്കറിയാം, അവിടെ കൊടുത്തിട്ടുണ്ട്. യോഗ്യത, യോഗ്യതയായിട്ടുള്ളത്. ടാലൻറ്റ്, അൺമോല്, പ്രീഷ്യസ്, വിലപിടിപ്പുള്ളത്. അനുമതി, അനുമതി തന്നെയാണ്. അടുത്ത് ഐനക്ക്, കണ്ണട. ആലസി, ലേസി. നിവാരണം, സൊല്യൂഷൻ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരണം, നിവാരണം എന്നുള്ളത്. ചാവൽ, റൈസ്. അടുത്ത ദഫ്തർ എന്ന് വെച്ചാൽ ഓഫീസ്. പരിവാർ, ഫാമിലി. തലാഷ്, സെർച്ച്, അന്വേഷിക്കാണ്, സെർച്ച്. മാലിക്, ഓണർ. ഗൃഹകാര്യ, ഹോംവർക്ക്, സ്വാഗത്, വെൽക്കം. അടുത്ത ഭൂമി, ഭൂമി എന്ന് വെച്ചാൽ ഭൂമി തന്നെയാണ്. ഭൂമിയുടെ പര്യായമാണ് ഭൂമി, ധര, ധർത്തി. അടുത്ത ജംഗൽ വെച്ചാൽ കാട്. അപ്പോൾ വൻ, കാനന്, ആരണ്യം.
झंडा च फ्लैग, ध्वज पताका किंतु, त्योहार फेस्टिवल, पर्व उत्सव जलसा. ആങ്ക് നയൻ ലോചന അക്ഷി. ആങ്ക് വെച്ചാൽ കണ്ണ്, ദീപക് വെച്ചാൽ ദീപക് തന്നെയാണ്, ലൈറ്റ്, ദിയ, ദീപ്, ദിവ. അടുത്ത് വരുന്നത് താലാബ്, സർ, സരോവർ, താല്. താലാബ് വെച്ചാൽ കുളം. ചാന്ത് മൂണ്, ജെല്ല് വാട്ടർ, ബാദൽ മേഘം ക്ലൗഡ്, ബഗീച്ച ഗാർഡൻ, വർഷ റെയിന്, പത്തർ സ്റ്റോണ്, ആങ്ക് ഫയർ, കക്ഷ ക്ലാസ്. ഓക്കെ. അടുത്ത് ചൂട്ട് ബോൽനെ വാല, കള്ളം പറയുന്നത് ചൂട്ട. ജിസ്മേ ബൽന ഹോ, ബലമില്ലാത്തത് നിർബൽ. ജോ സുൻ നഹി സക്ത, കേൾക്കാൻ കഴിയാത്തത് ബദിർ. ജൽമേ ജന്മ ലേനെ വാല ജലജ്, ജലത്തിൽ ജീവിക്കുന്നത്. ജൽമേ ജന്മ ലേനെ വാല ജലജ്. ജോ കഫി ന മരെ, ഒരിക്കലും മരിക്കാത്തത് അമർ. ജിസ്കോ ഡർ നഹി ഹോ, ഭയമില്ലാത്തത് നിഡർ. കവിത ലിഖ്നെ വാല കവയത്രി, കവിത എഴുതുന്നത് കവയത്രി. ജോ ബഹുത്ത് ബോൾത്താ ഹെ വാജാൽ, ഒരുപാട് സംസാരിക്കുന്നത് വാജാൽ. ജിസ്കി ചാർ ഭുജായേ ഹെ ചതുർഭുജ്, 4 ഭുജങ്ങളുള്ളത് ചതുർഭുജം. ജിസ്മേ ദയാ ഹോ ദയാലു, ദയുള്ളത് ദയാലു. ഓക്കെ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും 10 ഉണ്ട്. ആ 10 അപ്പോഴേ തന്നെ പഠിച്ച് അപ്പോഴേ തന്നെ എഴുതി പോകും കേട്ടോ. എല്ലാത്തിനും 5 മിനിറ്റ് മതി പഠിക്കാം. വീഡിയോ ഒരുപാട് ഒരു 2 തവണയൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത്രയും ഓക്കെ ആയാലോ. അടുത്ത 5th ആണ്. ജോഡ് കർ ലിഖിയെ, എ പ്ലസ് കാ ഇൻക, ഇൻക എന്നാണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പം ഇൻക, ഇൻകെ, ഇൻകി. അടുത്ത ജോ പ്ലസ് നെ, ജിസ്നെ ആരാണ്, ജിസ്കോ ആർക്ക്, ജിസ് പർ ഏതിൽ. അടുത്ത വേ പ്ലസ് കെ ഉൻകെ, അപ്പോൾ ഉൻകെ, ഉൻകി, ഉന്മേ. യഹ് പ്ലസ് കെ ആണെങ്കിൽ ഇസ്ക, വഹാണെങ്കിൽ ഉസ്ക. എ ഇൻക, വേ ഉൻക. തുമ്മാണെങ്കിൽ തുമ്ഹാര, ഹമ്മാണെങ്കിൽ ഹമാര. അപ്പോൾ തുമ്ഹാര നിങ്ങളുടെ, ഹമാര ഞങ്ങളുടെ, തേര നിൻ്റെ, മേര എൻ്റെ. വഹു ഉസ്കോ, യഹ് ഇസ്കോ. ഹം ഹമാര, കോൺ കിസ്ക, കിസ്ക ആരുടെ, കോയി കിസിക. ഇതൊക്കെ അർത്ഥം പഠിച്ചു വെച്ചാൽ എളുപ്പമാണ് പഠിക്കാനൊക്കെ. ഇസ്ക, ഇസ്കെ, ഇസ്കി, ഇസ്ക, ജിസ്കെ, ജിസ്കി, അങ്ങനെ പഠിച്ചു പോയാൽ മതി. അപ്പം നാമവും വിഭക്തിയും ചേരുമ്പോഴാണ് അത് വരുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ എളുപ്പമാണ് പഠിക്കാൻ. സ്പീഡായി പോകുന്നുണ്ടോ? അപ്പോൾ കേട്ട് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അടുത്ത 4ാമത്തെ പേജാണ്. പേട് പർ ചിടിയ ഹെ, അപ്പോൾ അതിൻ്റെ ബഹുവചനമാണ്. ചിടിയുടെ ബഹുവചനമാണ് ചിടിയ. ലഡ്കയുടെ ബഹുവചനമാണ് ലഡ്കെ. അപ്പോൾ പേട് പർ ചിടിയ ഹെ, മരക്കൊമ്പിൽ പക്ഷിയുണ്ട്. പേട് പർ ചിടിയ, അപ്പോൾ ചിടിയുടെ ബഹുവചനമാണ് ചിടിയ. അടുത്ത ലഡ്ക, ലഡ്കയുടെ ബഹുവചനമാണ് ലഡ്കെ. അദ്ദേഹം ബഹുവചനം വായിച്ചിട്ട് സെൻറ്റൻസ് വായിക്കാമേ. കുത്ത കുത്തെ, അധ്യാപിക അധ്യാപികായെ, മധുമക്കി മധുമക്കിയ. അതൊക്കെ എഴുതുമ്പോൾ വള്ളിയൊക്കെ കറക്റ്റ് ഇടത് തന്നെ എഴുതുക, അല്ലെങ്കിൽ അവിടെയൊക്കെ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ദായും യായൊക്കെ വരയ്ക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഗുഡിയ ഗുഡിയ, ബില്ലി ബില്ലിയ, വഹ് വേ, ഔരത്ത് ഔരത്തെ, ചീണ്ടി ചീണ്ടിയ, കൗവ കൗവേ, ലടുക്കി ലടുക്കിയ, നദി നദിയ, ചീസ് ചീസേ, പൗധ പൗധേ, കഹാനി കഹാനിയ, ലടുക്ക ലടുക്കെ, ഛാത്ര ഛാത്രായേ, ഘോട ഘോടേ, ചിടിയ ചിടിയ, ബച്ച ബച്ചേ, സിപ്പാഹി സിപ്പാഹിയ, സിപ്പാഹി അല്ല സിപ്പാഹി സിപ്പാഹീന, ബക്കരി ബക്കരിയ. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതിനതിൻ്റെ അർത്ഥം വായിച്ചു പോവാം. അപ്പോൾ ലടുക്ക ബൈട്ടാ ഹേ, കുട്ടി ഇരിക്കുന്നു. അപ്പോൾ ലടുക്കെ ബൈട്ടേ ഹേ, ഒരു ആൺകുട്ടി വന്നപ്പോഴാണ് ബൈട്ട ഥ എന്ന് വന്നത്. അടുത്ത് ഒരുപാട് ആൺകുട്ടികൾ വന്നപ്പോൾ ബൈഠേ ഥേ വന്നു. അടുത്ത വഹു കുത്താ ഹേ, അത് ഡോഗാണ്. അധ്യാപിക പടാ രഹി ഹേ, അധ്യാപിക പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മധുമക്കിയ മധു പീതി ഹേ, തേനീച്ച തേന് കുടിക്കുന്നു. മേരെ പാസ് ഏക്ക് ഗുഡിയ ഹേ, എൻ്റെ അടുത്ത് ഒരു പാവയുണ്ട്. ലേക്കിൻ ഉസ്കെ പാസ് അനേക ഗുഡിയ ഹേ, പക്ഷേ അവൻ്റെ കയ്യിൽ ഒരുപാട് പാവകളുണ്ട്. ബില്ലി ദൂത്തി പീതി ഹേ, പൂച്ച പാല് കുടിക്കുന്നു. 7ാമത്തെയാണ് വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സൂം ചെയ്ത് തന്നെ പഠിച്ചു പോകുക കേട്ടോ. അപ്പോൾ ബില്ലി ദൂത്ത് പീതി ഹേ, ഇവിടെ ബില്ലിയ ദൂത്ത് പീതി ഹേ. വഹ് കേൾത്താ ഹേ, അവൻ കളിക്കുന്നു. വേ കേൾത്തേ ഹേ, അവർ കളിക്കുന്നു. ഔരത്ത് കപ്പട ധോത്തി ഹേ, സ്ത്രീ ഡ്രസ്സ് നനയ്ക്കുന്നു. ഔരത്തേം കപ്പട ധോത്തി ഹേ. ചീണ്ടി ഭോജൻ പർ ബൈട്ടി ഹേ, ഉറുമ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു. കൗവ ആസ്മാൻ മേ ഉടുത്താ ഹേ, കാക്ക ആകാശത്ത് പറക്കുന്നു. ലഡ്കി ഖേൽ രഹി ഹേ, പെൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. നദി ബഹ് രഹി ഹേ, നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യഹ് ചീസ് ഹേ, ഇത് വസ്തുവാണ്. 14ാമത്താണ് യഹ് ചീസ് ഹേ, ഇത് വസ്തുവാണ്. അപ്പോൾ ഏ ചീസേ ഹേ, ഇവയെല്ലാം വസ്തുക്കളാണ്.
യഹ് പൗധ ചോട്ടാ ഹേ, ഈ ചെടി കുഞ്ഞാണ്. ഏ പൗധെ ചോട്ടേ ഹേ. യഹ് കഹാനി രോചക് ഹേ, ഈ കഥ രസകരമാണ്. ഏ കഹാനിയ രോചക് ഹേ. വഹ് ലഡ്കാ ഹേ, വേ ലഡ്കേ ഹേ, അവൻ ആൺകുട്ടിയാണ്, ഇവർ ആൺകുട്ടികളാണ്. ഛാത്ര പഠ് രഹി ഹേ, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഘോഡ ദൗഡ് രഹാ ഹേ, കുതിര ഓടിക്കൊണ്ടിരിക്കുന്നു. ചിടിയ ആകാശ് മേ ഉഡ്തി ഹേ, പക്ഷി ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്നു. ബച്ച ഖാന ഖാ രഹാ ഹേ, കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. സിപ്പാഹി പഹരാ ദേ രഹാ ഹേ, ഭടൻ കാവൽ നിൽക്കുന്നു. ബക്കരി മിമിയാതി ഹേ, ആട് മിമിയാതി ഹേ, ശബ്ദമുണ്ടാക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത് ഇനി 2 വീഡിയോ കൂടെ കാണും. പാർട്ട് 1 ആണിത്. 2ഉം 3ഉം അടുത്തൊരു വീഡിയോയിലേക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് പേപ്പറും കൂടെ എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കൂടെയൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ധന്യവാദം.